നമസ്കാരം. തൊടുപുഴ അറക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ കർഷക ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയിൽ മൈക്കിൾ പുരയിടം, ജെയ്സൺ കുന്നംപുറത്ത്, ജോസഫ് പരവൻ പറമ്പിൽ, തങ്കച്ചൻ പെരുമാമ്പള്ളിൽ, ടോമി പുളിയിൽ മൈക്കൽ, ജോസഫ് ഓലിക്കൽ, സന്തോഷ് കുളമാവ്, ജോമോൻ മലയാട്ടൂർ, ജോയി കുളത്തിനാൽ, ബേബിച്ചൻ മുതുപ്ലാക്കൽ, സാബു മണ്ണൂർ, ബെന്നി വെച്ചൂർ, റോണി കുളത്തിനാൽ, ദേവസ്യാച്ചൻ റോയ്, ജോയി കാലായിൽ, ഷൺമുഖൻ, റോയി കാഞ്ഞിരക്കാട്ടുകുന്നേൽ, ഫിലിപ്പ് നെല്ലംകുഴിയിൽ, മാത്തുക്കുട്ടി മഞ്ഞക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ആവശ്യപ്പെടുന്നില്ല, അവർ പിടിച്ച് ജയിലിലിട്ടോട്ടെ. അതുപോലെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന ഒരു വന്യജീവിയെ പോലും തിരികെ വിടരുതെന്ന് നമ്മൾ ആവശ്യപ്പെടുമെന്ന് നമ്മൾ പ്രവർത്തിച്ചു കാണിക്കും. അതുകൊണ്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ഏതൊരു വന്യജീവിയെയും കൊന്നതിന് ശേഷം അറക്കുളം കർഷക കൂട്ടായ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ 1000 രൂപ ഞങ്ങൾ കൊടുത്തിരിക്കും. അത് നമ്മുടെ ഒരു വാഗ്ദാനമാണ്. കാരണം ഇങ്ങനെയല്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല, ഇങ്ങനെയല്ലാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് കപ്പയിടയിൽ നിർത്തി കാട്ടുപന്നി, മുള്ളംപന്നി ഇവിടെയെല്ലാം ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാട്ടാന കയറി നിന്ന് അനങ്ങുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരാവശ്യം സർക്കാരിന് മുമ്പിൽ വയ്ക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്നത്തെ 10 ലക്ഷം രൂപ അവർ വീട്ടിൽ കൊണ്ടുപോകട്ടെ, നമുക്ക് 1 കോടി രൂപയിൽ കുറഞ്ഞ് സംഭവിക്കില്ല. അതായത് ഒരു ജീവന് വില വയ്ക്കുവാനുള്ള അവകാശം അവർക്കില്ല. എങ്കിലും ഈ ജീവനെ കർഷകരുടെ ജീവനെ വില വയ്ക്കാൻ കഴിയാത്തതാണെന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ 1 കോടി രൂപ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ സർക്കാർ കൊടുത്തേ തീരൂ. ഇത് നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസയാ, നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്ന പൈസയാ. ഈ പൈസ, ഈ പണം ഈ ജീവിതം നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്നവർക്ക് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തോളാമെന്ന് പറഞ്ഞിരിക്കുന്ന സർക്കാരുകൾക്കില്ലേ? നമ്മുടെ കൃഷിഭൂമിയിൽ കൃഷി നശിപ്പിച്ചിട്ട് പോയാൽ ആരുമൊന്നും ചോദിക്കാൻ പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് 1 സെന്റ് ഭൂമിയിലെ കൃഷി നശിപ്പിക്കപ്പെട്ടാൽ 10,000 രൂപ സർക്കാർ തന്നേ തീരൂ. കാരണം നമ്മുടെ നേർപ്പിന്റെ വിലയാണ്, നമ്മുടെ കഷ്ടപ്പാടിന്, നമ്മുടെ ദുരിതത്തിനെയും നമ്മുടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അധ്വാനത്തിനെയും വിലയാണ്. ഈ അധ്വാനത്തിന് വില ഇടുവാനൊന്നും സർക്കാരുകൾക്കായിട്ടില്ല. കാരണം അവർ നമ്മുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നതിനെ കുറിച്ചും അവർ നമ്മളെ എങ്ങനെ കൊള്ളയടിക്കണമെന്നും